നമ്മുടെ വയനാട് ഒരു കിടിലൻ സംഭവം വന്നത് നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കൂടെ കൂടിക്കോളി. അതെ, വൈത്തിരി ഫാം കേട്ടോ. ഇവിടെയുള്ള പ്രത്യേകത അറിയോ? നമുക്ക് സാധാരണ ഒരു ഫാമിൽ പോയാൽ എല്ലാത്തിനും നമ്മൾ കൂടിൻ്റെ പുറത്തുനിന്ന് കാണണം. ഇത് നമുക്ക് അങ്ങനെയല്ല, നമുക്ക് കൂടിൻ്റെ ഉള്ളിൽ കയറാം, അവരെ പുറത്ത് കയറാം കേട്ടോ. കുതിര പുറത്ത് കയറി ഞങ്ങൾ, അതേപോലെ ക്യാമൽ സഫാരി എല്ലാം പൊള്ളിയായിരുന്നു കേട്ടോ. ഇത് വെൽ ട്രെയിൻഡ് ആയതുകൊണ്ട് കുട്ടികൾക്കും ഇത് ഈസി ആയിട്ട് ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു കുഴപ്പമില്ല. സാധാരണ ഞങ്ങൾ ദുബായിൽ നിന്നൊക്കെ ക്യാമൽ സഫാരി ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് വേറെ തന്നെ ഒരു അനുഭവമായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. അത് കൂടാണ്ട് നമുക്ക് ഒട്ടകത്തിൻ്റെ പാല് കുടിച്ച് ഞങ്ങൾ അവിടുന്ന് ആശയാണ് കുടിച്ചത് കണ്ടോ. കറന്ന് ഉടനെ തന്നെ ചൂടോടുക്കണ കൂടി ഞാനും കുടിച്ച്. അതും ഒരു വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ക്യാമലിൻ്റെ പാല് കുടിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മീനുകളെ ഫീഡ് ചെയ്യാം. എല്ലാം നമുക്ക് ഭയങ്കര അനുഭവിച്ചറിയുന്നൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ മക്കളൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്കൊന്ന് ചില്ല് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും അടിക്കേണ്ട, നേരെ പോരെ നമ്മുടെ വൈത്തിരി ഫാമിലേക്ക്. അടിപൊളിയാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. അത് എൻ്റെ ഉറപ്പാണ് കേട്ടോ. കാരണം കുട്ടികൾക്ക് ഇങ്ങനെ എടുത്ത് കാണുന്നതും തൊടാനും പിടിക്കാനും കിട്ടുന്ന അവസരം എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാഫുകളെ കാര്യം എടുത്ത് പറയണം. സ്റ്റാഫുകളൊക്കെ പൊള്ളിയായിരുന്നു. എല്ലാം പറഞ്ഞു തരാനും കാണിച്ചു തരാനൊക്കെ ഭയങ്കര അടിപൊളി ആൾക്കാരായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ സമയം പോയതേ അറിഞ്ഞില്ല. അവിടുന്ന് വരാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. കാരണം ഞാനിങ്ങനെ ഓരോന്നും കൗതുകത്തോടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഓരോരോ കുസൃതികൾ, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അവർക്ക് ഫുഡ് കൊടുക്കുന്നത്, അതൊക്കെ ഭയങ്കര രസം എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഒത്തിരി ഫാമിലീസും ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം പൊള്ളിയായിട്ടുള്ള ഒരു ഫാമാണ്. ഈ ആശയാണെങ്കിൽ വാൽമ പിടിച്ചത് അത് തിന്നാൻ സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാമ്പിൻ്റെ അടുത്തേക്ക് പോയി. ആശയ്ക്ക് പാമ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും പേടിയുള്ള സംഭവമില്ല. പക്ഷെ അവിടെ നിന്ന് എന്താണ് വലിയ ഇതായിട്ട് പാമ്പിനൊക്കെ എടുത്ത് കയ്യിലൊക്കെ ഇട്ടുന്ന കണ്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണെന്ന്. പക്ഷേ അവിടെ എനിക്ക് വലിയ പേടിയൊന്നും തോന്നില്ല ആശിനെ കണ്ടിട്ട്. കാരണം ആശ ഇതാ എടുത്തിട്ട് എന്താണ് സംഭവം എന്നൊക്കെ ചുയിന്ന് നോക്കുന്നത്. ആശയുടെ കണ്ണും പാമ്പിൻ്റെ കണ്ണൊക്കെ ഒരേപോലെ. ഞാനും പാമ്പിനൊക്കെ എടുത്ത് കുറേ നേരം ഇങ്ങനെ പിടിച്ചു. എന്ത് ഭംഗി അവരെ കാണാൻ, സ്കിന്നൊക്കെ കാണാൻ എന്ത് രസമാണ്. അതിൻ്റെ അടുത്ത് ആശ വേറെ പാമ്പിൻ്റെ അടുത്ത് കൊണ്ടിരുന്നു. ഇത് മുള്ളംപന്നി ഇനത്തിൽ പെടുന്ന ഒരു സംഭവമാണ്. ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ബോൾ പോലെയൊക്കെ ആവട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, പക്ഷെ പിടിക്കാത്ത സുഖമൊന്നുമില്ല. ഭയങ്കര പെയിനാണ് മുള്ളിൻ്റെ. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ പോകണം? വൈത്തിരി ഫാമിൽ പോകണം. ഇത് കണ്ടാ, ഇതാണ് തേള്. ഇതേപോലെ എട്ടുകാലി സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഒട്ടും അടിക്കേണ്ട, ഫാമിലി ആയിട്ട് തന്നെ വിട്ടോളൂ. വൈത്തിരി ഫാമിലിക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. ഓക്കെ.